ടു മൈ വ്ലോഗ്. ഇന്ന് നമ്മൾ ടെസ്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുവാണ്. ഇപ്പം നമ്മൾ കാർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി, ഒന്നും കാർ ഓടിക്കുന്ന പോലും അറിയുന്നില്ല, നമ്മൾ അത്രയും ക്വയറ്റാണ്. എൻ്റെ ഓഫീസ് പ്യുവർ സ്റ്റോറേജിൻ്റെ നോക്ക്, സൈഡൊക്കെ കാണിക്കും. നോക്കി ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ടച്ച് സ്ക്രീൻ എല്ലാം ഉണ്ട്. വണ്ടീന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അത് ഓൾറെഡി യൂട്യൂബ് സെർച്ച് ചെയ്ത കുറേ വീഡിയോസ് അതിനെ പറ്റിയുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ കാണുന്ന കുറച്ച് ഫീച്ചേഴ്സൊക്കെ നോക്കിയാൽ നമ്മളുടെ മുമ്പിൽ പോകുന്ന വണ്ടി, പുറകിൽ പോകുന്ന വണ്ടി, സൈഡിലുള്ള വണ്ടി എല്ലാം നമുക്ക് ആ സ്ക്രീനിൽ തന്നെ കാണാം. പിന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പം റൈറ്റ് ലെയിന്, അവിടുന്ന് വരുന്ന വണ്ടികൾ അതെല്ലാം കാണിക്കും. അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ടെസ്ലാൻ്റെ വൈ മോഡലാണ്. വേറെ ഒരു സ്ക്രീനും ഇല്ല, ഫുൾ പ്ലെയിൻ ആണ്. ഈ ഒരു വലിയ സ്ക്രീൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഫോൺ ചാർജ് ചെയ്യാനുള്ളത്. In 2 kilometers, take the Renwick exit on the right. ആൾക്കാർ നടക്കുന്ന പോലും നമുക്ക് കാണാം. നമ്മൾ കുറച്ച് ഇവിടെ നിർത്തി ബാക്കി ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇവിടെ ഇത്രയും ഒരു നല്ല ഒരു സ്റ്റോറേജ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സിൻ്റെ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് ഉണ്ട്. ഇവിടെയും സ്പേസ് ഉണ്ട്, ഇവിടെയും ചാർജിങ് ചെയ്യാനാണ്. അല്ല സ്റ്റോറേജ് സ്പേസ്. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒന്നുമില്ലല്ലോ, അതില്ലേ, അതില്ല. സീറ്റ് 3 പേർക്ക് ഇരിക്കാനുള്ള ഒരു സൺ റൂഫ് ഉണ്ട്. ഇത് നോക്കണമല്ലോ നമുക്ക്. ഞാനും കുറച്ചു നേരം ഓടിച്ചു നോക്കി, അടിപൊളിയാ, സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓടിക്കുന്ന വണ്ടി BMW ആണ്. പക്ഷെ അതേപോലെ തന്നെ ഉണ്ട് ടെസ്ല ഓടിച്ചിട്ടും. കുറച്ചുകൂടെ ടെക്നോളജി കൂടുതലുണ്ട് ഇതിനകത്ത്. കാണുമ്പോഴത്തേക്കും ആ ഒരു ഡിഫറൻസ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി നല്ലതാണ്, സ്മൂത്താണ്. അവിടെ മുമ്പിൽ ഹൈവേയിൽ പോണ കാറൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. നോട്ടിഫിക്കേഷൻ ഇച്ചിരി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. മുമ്പിൽ കാറ് ബ്രേക്ക് ഇട്ടാലും അതിൻ്റെ നമുക്ക് അലേർട്ടായിട്ട് ഇങ്ങനെ കിട്ടുക. ഇതൊരു 5 lanes ഹൈവേ ആണ്. 5 lanes വണ്ടികൾ അങ്ങോട്ട് പോകാനും 5 lanes വണ്ടികൾ ഇങ്ങോട്ട് വരാനും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 10 lanes ഉണ്ട് ഇവിടെ. ഗെയിമൊക്കെ ഇട്ട് കളിക്കാം, മൂവി കാണാം. വണ്ടി ഓടിക്കുമ്പോൾ അല്ലാട്ടോ കാണാണ്ട്, നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചാർജ് ചെയ്യാനിരുന്നാൽ അപ്പം നമുക്ക് ചാർജ് ചെയ്യുന്ന സമയം ഇതിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. സൈഡിൽ പോകുന്ന വണ്ടിയൊക്കെ കാണിച്ചു. വേറെ ഫീച്ചേഴ്സ് ഉള്ളത് സ്റ്റിയറിംഗ് ഹീറ്റിംഗ്, സീറ്റ് ഹീറ്റിംഗ് എല്ലാ സീറ്റ്സിനും ഉണ്ട്, ബാക്കിലുള്ള സീറ്റ്സിനും ഉണ്ട്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് റൈറ്റിലാണ്
വേണമെങ്കിൽ റൈറ്റ് ലെയിനൊക്കെ കാണാം. ശരിക്കും സ്ക്രീനിൽ ഇത്രയും വണ്ടികൾ പോകുന്നത്, സൈഡിലേക്ക് പോകുന്നത് കാണിക്കുന്നത് അത്യാവശ്യം ഉണ്ടോ എന്ന് തോന്നിപ്പോയി. കാരണം അത് കുറച്ച് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ഒക്കെ ചെയ്യുമായിരിക്കും, അതിൻ്റെ ഓപ്ഷൻ കാണും എന്ന് തോന്നുന്നു. അതൊക്കെ പതുക്കെ നമുക്ക് സെറ്റിങ്സ് ഒക്കെ നോക്കി കണ്ടുപിടിക്കാം. അവിടെ കാണുന്നതാണ് നമ്മുടെ ടെസ്ലാൻ്റെ ഷോറൂം. അതിലേക്ക് അവിടെ പോയി ഇനി നമുക്ക് വണ്ടി കൊടുക്കണം. എന്നിട്ട് ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ പരിപാടികൾ ഇവിടെ തീരുവാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ക്ലിയർ ആയിട്ട് കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് വീൽ. 2 ബട്ടൺസ് കാണാം 2 സൈഡിലും. ഗെയിമിൻ്റെ കൺട്രോളേഴ്സ് പോലെ ചെറിയ ജോയ്സ്റ്റിക്ക് പോലെയുള്ള ഫീലുള്ള ബട്ടൺസാണ്. അത് സ്ക്രീനിൽ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ടെസ്ല. അപ്പം ഇത് ഇവിടെ കൊടുത്തിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ. Now turn left and then turn right. Now turn right and then turn left.